കടുംപായസവും നെയ്പായസവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് സാങ്കേതികമായൊരു വിഷയമാണ്. ഇത്ര അളവ് അരിക്ക് അതിൻ്റെ കൂടെ ചേർക്കാവുന്നതിൻ്റെ പരമാവധി ശർക്കര ചേർത്ത് കുറച്ച് ജീരകപ്പൊടി, ഒരു നേരിയ എരിവിന് വേണ്ടിയിട്ടുള്ള ഒരു നുള്ള് ഏലക്കാപ്പൊടി, കൽക്കണ്ടം, മുന്തിരി, ഇങ്ങനെ അനുസാരികളോട് ചേർത്ത് കടുത്ത മധുരത്തോടുകൂടി ശർക്കരയുടെ അളവ് വളരെ കൂട്ടി, അതിനൊരു കണക്കുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ് കടുംപായസം. കഠിന പായസം എന്ന് ചില ക്ഷേത്രങ്ങളിൽ പറയും. അത് കൂടുതലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഒക്കെയാണ് കടുംപായസം പതിവുള്ളത്. നെയ്പായസം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തതയുണ്ട്. അതിൽ ചേർക്കുന്ന ശർക്കരയുടെ അളവ് ആവശ്യത്തിന് മാത്രമാണ്. ആ അരിക്ക് അത്യാവശ്യമുള്ള അളവിൽ നേരിയ മധുരം ഉണ്ടാകണം. എന്നാൽ നെയ്യ് കൂടുതലായിട്ട് ചേർക്കും. കടുംപായസത്തിനെയും സാധാരണ പായസത്തിനെയും അപേക്ഷിച്ച് കൂടുതൽ അളവിൽ നെയ്യ് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ രുചി മറ്റൊന്നാണ്, വ്യത്യസ്തമാണ്. ഈ കട്ടിയായിട്ടിരിക്കത്തില്ല, ദ്രവരൂപത്തിലുള്ള ഒരു പായസമാണ് നെയ്പായസം.